ഈ നാദൃഷക്ക് പറയായിരുന്നു, നാദൃഷക്ക് ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ. മമ്മി സെഞ്ചുറി വിദേശത്ത് കൊണ്ടുപോവാണ് നിങ്ങളെയൊക്കെ. ആ രണ്ടുപേര് മണിച്ചേട്ടന്റെ കൂട്ടത്തിൽ അന്ന് ഇന്റർവ്യൂവിന് പോയി ഓൾറെഡി ഫസ്റ്റ് ഇന്നായ ആള് ടിനിച്ചേട്ടൻ. അല്ല, ഞാൻ മാനേജ്മെന്റ് കോട്ടയായിരുന്നു. കാരണം മമ്മിക്കയുടെ സെഞ്ചുറി എന്ന് പറഞ്ഞ ട്രൂപ്പിലുള്ള ആളാണ്. അപ്പൊ അതില് ഞാൻ മനോജിന്റെ സുണ്ണി. അപ്പൊ ഫസ്റ്റ് മനോജിനാണ് പുറത്തേക്ക് പോകാൻ ചാൻസ് കിട്ടിയത്. KP ഉമർ സാറ്, സുധീഷ് കോഴിക്കോട്, അവരൊരു ടീമില്. അപ്പൊ അടുത്തത് ഞാനാണ് വെയിറ്റിംഗ് ലിസ്റ്റില്. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തും എന്നുള്ള അറിയാം. എന്നാലും നമ്മുടെ ഇതിനിടെ പ്രേക്ഷകരോട് ഈ സമയത്ത് ഒന്ന് ഗൾഫിൽ പോയിട്ട് വന്നാൽ അതിന്റെ പേരിൽ 4 പരിപാടി എക്സ്ട്രാ കിട്ടുന്ന കാലമാണ്. 4 നമ്മള് വേറെ ലെവലിലേക്ക് പോകുന്ന ട്രൂപ്പിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന ട്രൂപ്പ് വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ പരസ്യം വരുന്ന സമയമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് 18-19 വയസ്സിലൊക്കെയാണ് നമ്മൾ പോകുന്നത്, ചാൻസ് കിട്ടുന്നത്. അപ്പൊ മനോജ് പോയപ്പോ നമ്മളൊക്കെ കൊതിയോടെ, കാരണം ചന്ദ്രനിലേക്ക് വിടുന്നത് പോലെയാണ് നമ്മൾ ആഘോഷമാണ്. കാരണം ഒരിക്കലും ചാൻസ് കിട്ടില്ല നമ്മളെ പോലെയുള്ളവർക്ക്. കാരണം അത് സ്ഥിരമായിട്ട് പോകുന്നത് ആ BKയുടെ ടീം, നാദൃഷിക്ക് ആ ടീമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടന്റെ ടീമൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടീമിൽ അങ്ങനെ മനോജ് പോയിട്ട് വരുന്നത് ഞാനാണ്. അപ്പൊ നിനക്കൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഗൾഫിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് അത് കിട്ടുക. ആ കാലഘട്ടത്തിൽ ആരും പോയിട്ടില്ല. അങ്ങനെ നാദൃഷിക്ക, സിദ്ദിഖ അങ്ങനെ ഉള്ളവരെ വന്നു ചേരുന്നു. എറണാകുളത്ത് ചാന്ദിനി പാർക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ബസ്സിന് ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ ഉണ്ട്. മണിച്ചേട്ടൻ ഈ കുരങ്ങന്റെ സംഭവമൊക്കെ ചെയ്യുന്നു. പക്ഷെ മണിച്ചേട്ടനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അവിടെയല്ല, കലാഭവനില്. എൻ്റെ അമ്മയുടെ വീട് കലാഭവന്റെ തൊട്ടു പിന്നില്ല. അപ്പൊ ഏതൊരു കലാകാരന്റെ ആഗ്രഹം കലാഭവന്റെ ബോർഡ് വെച്ച ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ്, കലാഭവന്റെ ബോർഡ് വെച്ച വണ്ടി പോകണമെന്നാണ്. അവിടെ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ മണിച്ചേട്ടനാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതാണ്. ഇത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. മണിച്ചേട്ടൻ അപ്പൊ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃദംഗം, സ്ട്രിങ്സ് ഒക്കെ, മിമിക്സ് ഗാനമേള തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം. അപ്പൊ അതിനുള്ള ആൾക്കാരാണ് വേണ്ടത്. ഞാനാണെങ്കിൽ ഫിലിം സ്റ്റാർസ് മാത്രം ചെയ്യുള്ളൂ. അപ്പൊ എന്റെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് മണിച്ചേട്ടൻ പറഞ്ഞ വേറെ ആളുടെ അടുത്തേക്ക് വിടാന്ന് പറയുമ്പോഴാണ് KS പ്രസാദിന്റെ എൻട്രി. വേറൊരു അവിടുത്തെ പ്രിൻസിപ്പളാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ സ്ട്രിങ്സ് ഒക്കെ വായിക്കുന്നത്, എന്തായാലും നമ്പർ തന്നു എന്ന് പറഞ്ഞ് നമ്പർ മേടിച്ചു വെച്ചു. ഇതിനുശേഷം മണിച്ചേട്ടൻ, അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ലല്ലോ. എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഫോൺ, എൻ്റെ വീട്ടിൽ ഫോണുമില്ല, അടുത്ത വീട്ടില് മണിച്ചേട്ടന്റെ ഫോണാണ്. എടാ സീരിയലിൽ നിനക്കൊരു ചാൻസ് തരാം. സീരിയൽ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമാണ്. അത് നേരെ കോടാമ്പക്കത്തേക്ക് പോണതിലാണ്. അപ്പൊ വിനോദശാല എന്ന് പറഞ്ഞ സീരിയലാണ്. ഭയങ്കര കത്തി വന്നേക്കാം. അതിൽ ക്യാപ്റ്റൻ രാജുവിന്റെ മോനായിട്ടാണ്. നിനക്ക് അതിന്റെ ഒരു രൂപമുണ്ട്. അന്ന് മീശയൊന്നുമില്ല എനിക്ക്. ഞാൻ അങ്ങനെ ആറ്റിങ്ങില് GS വിജയന്റെ ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ മോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ കലാഭവനിൽ നിന്ന് ഒരു പ്രാവശ്യം തെറിച്ച്, അത് കഴിഞ്ഞ് ഇതും തെറിച്ച്. അപ്പൊ മണിച്ചേട്ടൻ പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നോട് ഉൾപ്പെടുത്തണമെന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ഈ മൂന്നാമത്തെ സംഭവത്തിൽ മാനേജ്മെന്റ് ഹോട്ടലിൽ ഇതിൽ മാനേജ്മെന്റ് ഹോട്ടലിൽ കയറുന്നത്.